അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക്. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമായിട്ടിരിക്കുന്നു. അൽഹംദുലില്ലാ, ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങൾ ഷെയർ ചെയ്യുന്നുണ്ട്. നോർമലി ഞാൻ വ്ളോഗ് വീഡിയോസ് ചെയ്യാറില്ല, പക്ഷേ എനിക്ക് ഇനി എന്തോ കുറച്ച് പേരൊക്കെ ഇങ്ങനെ കമൻറ്റിൽ ചോദിക്കാറുണ്ട് വ്ളോഗൊക്കെ കാണിക്കുമോ എന്നുള്ളത്. ഇൻഷാ അല്ലാഹ് എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ വീഡിയോസൊക്കെ ചെയ്യാം കേട്ടോ. സത്യം പറഞ്ഞാൽ എനിക്ക് ഈ പുറത്ത് പോകുന്ന സമയത്തും അങ്ങനെയുള്ള സമയത്തൊക്കെ ഈ ഫോണ് ഇങ്ങനെ യൂസ് ചെയ്യണത്, അതായത് വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് ഭയങ്കര മടിയാണ്. അപ്പോൾ അതുകൊണ്ട് മാത്രമാണ് കേട്ടോ ഞാൻ വ്ളോഗുകൾ ചെയ്യാത്തത്. ഇൻഷാ അല്ലാഹ് ഇനി മുതൽ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷം എന്ന് വെച്ചാൽ ഇത് ഇന്നത്തേത് മാത്രമല്ല കേട്ടോ, കുറച്ച് ദിവസങ്ങളായിട്ടുള്ള വീഡിയോസ് ഞാൻ കൂട്ടിച്ചേർത്ത് വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഈ ഒരു വ്ളോഗിലൂടെ ഞാൻ ഷെയർ ചെയ്യുന്നത് ഞാൻ ബഹ്റൈനിലേക്ക് പോകുന്ന സമയത്ത് വാങ്ങിച്ചിട്ടുള്ള ഐറ്റംസും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഷെയർ ചെയ്യണത്. അപ്പോൾ ചിലർക്ക്, അതായത് ആദ്യമായിട്ട് പോകുന്നവർക്ക് ഒരു ഡൗട്ട് ഉണ്ടായിരിക്കും എന്തൊക്കെ ഐറ്റംസ് വേണമെന്നുള്ളത്. അപ്പോൾ ഓരോരുത്തർ ഓരോരോ അവരുടെ രീതിക്കായിരിക്കും വാങ്ങുന്നത്. എന്നാലും ഞാൻ വാങ്ങിയ ഐറ്റംസൊക്കെ ഞാനിവിടെ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് ഞാൻ ഇതുപോലത്തെ മസാല പൗഡറുകൾ അധികവും നാട്ടിൽ നിന്ന് കൊണ്ടുപോകാണ് കേട്ടോ ചെയ്യാറ്. മസാല പൗഡറിന് ഇവിടെ, അതായത് ബഹ്റൈനിൽ കുറച്ച് നല്ല റേറ്റ് ഉണ്ട്. അപ്പോൾ നാട്ടിൽ നിന്ന് വരുമ്പം അത് കൊണ്ടുവരുവാണെങ്കിൽ അത്യാവശ്യം നിൽക്കുമല്ലോ. പിന്നെ വാങ്ങിച്ചിട്ടുള്ളത് കഞ്ഞി അരിയാണ് കേട്ടോ. നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുക, നമ്മുടെ നാട്ടിൽ നെല്ലുത്തരി എന്ന് പറയും. അപ്പോൾ ആ ഒരു അരി കുറച്ചധികം വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ മരത്തിൻ്റെ കയ്യിൽ തവി കേട്ടോ, അത് വാങ്ങിയിട്ടുണ്ട്. കത്തി വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ ഒരു ടൈപ്പ് കത്തി ഉണ്ടല്ലോ, ഇതാണ് ഞാൻ നോർമലി യൂസ് ആക്കാറ്. ഇതെനിക്ക് നല്ല ഇഷ്ടമാണ്. പിന്നെ കുറച്ച് ബോക്സുകൾ കാര്യങ്ങളൊക്കെ നോക്കിയിരുന്നു, മസാല ബോക്സുകളൊക്കെ. അപ്പോൾ ഈ വാങ്ങിച്ചിട്ടുള്ള ഐറ്റംസിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് ഞാൻ വേറെ വീഡിയോ ആയിട്ട് നല്ല ക്ലിയർ ആയിട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. ഞാൻ മീഷോന്നൊക്കെ കുറച്ച് ഐറ്റംസ് പർച്ചേസ് ചെയ്തിരുന്നു, നല്ല യൂസ്ഫുൾ ആയിട്ടുള്ളത്. അപ്പോൾ ഒരു പുട്ടുകുറ്റി വാങ്ങി. ഞാൻ വീഡിയോ സ്പീഡാക്കിയിട്ടുണ്ട് കേട്ടോ, കുറച്ച് ലോങ് ആവാതിരിക്കാൻ വേണ്ടി കുറച്ച് സ്പീഡാക്കിയിട്ടുണ്ട്. പിന്നെ മണ്ണിൻ്റെ ചട്ടി എപ്പോഴും വാങ്ങിക്കലുണ്ട് കേട്ടോ. ഞാൻ എന്തായിട്ട് 1-2 പോണ ടൈമിൽ വാങ്ങിക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഈ ഗൾഫിലേക്ക് കൊണ്ടുപോകാനാണ് നിങ്ങൾ വാങ്ങിക്കുന്നതെങ്കിൽ ഈ ടൈപ്പിലുള്ള കട്ടിയുള്ള വാങ്ങിക്കുക. നമ്മുടെ ഇവിടെ പറയുന്നത് കൊശവൻ ചട്ടി എന്നാണ്. നിങ്ങളുടെ നാട്ടിൽ എന്താ പേരെന്ന് അറിയില്ല കേട്ടോ. അപ്പോൾ നിങ്ങളുടെ നാട്ടിൽ ഇതിനെന്താ പറയാന്നുള്ളതൊന്ന് കമൻറ്റ് ബോക്സിൽ എഴുതണേ കേട്ടോ. അപ്പോൾ ആ ടൈപ്പ് ആകുമ്പം പൊട്ടിപ്പോവില്ല, മറ്റേത് 100% പൊട്ടിപ്പോവും, മറ്റേ ടൈപ്പ് കേട്ടോ. പിന്നെ ഞാൻ കുറച്ച് ഇങ്ങനത്തെയുള്ള ഐറ്റംസൊക്കെ കൊണ്ടുപോകുന്നുണ്ട്, പൊടികൾ. പിന്നെ അതിൽ കുരുമുളക് ആണ് എടുക്കുന്നത്. ഇത് ഞാൻ നല്ലപോലെ വറുത്തിട്ടാണ് കേട്ടോ യൂസ് ആക്കാറ്. അപ്പോൾ നല്ലപോലെ ഒന്ന് നോർമൽ ഏതെങ്കിലും ഒരു പാത്രത്തിൽ വെച്ചിട്ട് ചെറിയ ചൂടിൽ ഒന്ന് വറുത്തെടുത്താൽ മതി. അപ്പോൾ വറുത്തെടുത്തതിന് ശേഷം നല്ല എയർ ടൈറ്റ് കണ്ടെയ്നറിൽ ഇട്ട് വെക്കുക. അപ്പോൾ ഞാനിവിടെ പാക്കറ്റിലല്ല കൊണ്ടുപോകണത്, ഞാൻ എല്ലായിടത്തും ഈ കുപ്പിയിൽ തന്നെയാണ് കേട്ടോ കൊണ്ടുപോകുന്നത്. ബോട്ടിൽസിൽ കണ്ടെയ്നറിൽ തന്നെയാണ് കൊണ്ടുപോകണത്. ഏതാണോ ഞാൻ ഇവിടെ വന്നിട്ട് യൂസ് ആക്കണത്, അപ്പോൾ ഇത് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാനീ ഒരു വീഡിയോ എഡിറ്റ് ചെയ്യുന്നതും റെക്കോർഡ് ചെയ്യുന്നതും ബഹ്റൈനിൽ വന്ന ശേഷമാണ് കേട്ടോ. വന്നിട്ട് ഒരു 3-4 ദിവസം കഴിഞ്ഞിട്ട് ഇപ്പോഴാണത് റെക്കോർഡ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ എന്ന് പറയുന്നത്. പിന്നെ ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത് ഓയിലാണ്. ഇത് നമ്മൾ വീട്ടിൽ തന്നെ തേങ്ങ പൊട്ടിച്ച് ഉണക്കിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഓയിലാണ്, കോക്കനട്ട് ഓയിലാണ്. അപ്പോൾ ഇത് ഞാൻ ഡെയിലി അങ്ങനെ ഫുഡ് ഐറ്റംസിന് വേണ്ടിയിട്ടല്ല എടുക്കുന്നത്, എനിക്ക് തലയിൽ തേക്കാൻ വേണ്ടിയിട്ടാണ്, ഞങ്ങൾക്ക് ഓയിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ഈ ടൈപ്പ് പാത്രത്തിലാണ് കൊണ്ടുപോകുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് കൊണ്ടുപോകാന്ന് വെച്ചാൽ, ചിലർ ചോദിക്കും ലീക്ക് ആവില്ലെന്ന്. അത് കൊണ്ടുപോകുന്ന സമയത്ത്, അതായത് നമ്മൾ ഒരു ബോക്സ് ഏറ്റവും അവസാനത്തേക്ക് നമ്മൾ ഒട്ടിക്കാതെ വെക്കും. അങ്ങനെ പോകുന്നതിൻ്റെ ഒരു മണിക്കൂർ മുമ്പൊക്കെ ആയിരിക്കും അത് ഒട്ടിക്കണത്. അപ്പോൾ അതിൽ വെക്കും. അപ്പോൾ അതിൽ വെക്കുന്നതിന് മുമ്പായിട്ട് നന്നായിട്ട് ഐസ് ആക്കും കേട്ടോ, ഓയിൽ നന്നായിട്ട് ഐസ് ചെയ്യും. അപ്പോൾ അതെന്താവില്ല, നമുക്കങ്ങനെ ഓയിൽ ചീത്തയായി പോവില്ല, ഇങ്ങനെ എല്ലാ ഡ്രസ്സിലേക്കൊക്കെ മറിഞ്ഞ് അങ്ങനെയൊന്നും ആവില്ല. അങ്ങനെ ചെയ്താൽ നല്ലതാണ്. പിന്നെ മസാല പൗഡർ ഞാൻ എപ്പോഴും നാട്ടിൽ നിന്ന് കൊണ്ടുപോകലാണ്. ഞാൻ ബഹ്റൈനിൽ ഒരിക്കലും വാങ്ങിക്കാറില്ല. നമ്മൾ ഈ ഒരു ഐറ്റംസൊക്കെ വാങ്ങിക്കും, മല്ലി അതൊക്കെ വാങ്ങിക്കും. എന്നിട്ട് വീട്ടിൽ നിന്ന് കഴുകി ഉണക്കി അങ്ങനത്തെ രീതിയിലാണ് യൂസ് ആക്കാറ്. പക്ഷേ ഈ ടൈമിൽ ഞാൻ മല്ലി കഴുകിയിട്ടില്ല. അപ്പോൾ കഴുകാത്തതെന്ന് വെച്ചാൽ
നല്ല വെയിലുണ്ടായിരുന്നില്ല, മഴയായിരുന്നു. അപ്പോൾ നമ്മൾ നല്ല വെയിലുണ്ടെങ്കിൽ മാത്രമേ ഇത് കഴുകാൻ പാടുള്ളൂ കേട്ടോ. ഇല്ലെങ്കിൽ നമ്മളിത് കറക്റ്റായിട്ട് ഉണങ്ങിയിട്ടില്ലെങ്കിൽ പൂപ്പൽ വരും. അതുകൊണ്ട് എന്ത് ചെയ്തിട്ടുണ്ട്, കഴുകിയിട്ട് നിങ്ങൾ വെയിലത്ത് ഇട്ടാൽ മതി. അപ്പോൾ ഇത് ഞാൻ റോസ്റ്റ് ചെയ്യാണ് ചെയ്യണത്. അപ്പോൾ നന്നായിട്ട് റോസ്റ്റ് ചെയ്താൽ മതി. അപ്പോൾ ഈ റോസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ എന്ത് ചെയ്യുന്നുണ്ടെന്ന് വെച്ചാൽ, ഈ മല്ലി വറുക്കണ സമയത്ത് കുറച്ച് പട്ടയും പെരുംജീരകവും ഗ്രാമ്പും ഇട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ കറികളിലൊക്കെ യൂസ് ചെയ്യുമ്പോൾ. അപ്പോൾ ചിലർക്ക് ഡൗട്ട് ഉണ്ടാവും, ഈ മല്ലി യൂസ് ചെയ്യുമല്ലോ നമ്മൾ മീൻ കറികൾക്കൊക്കെ മല്ലി യൂസ് ചെയ്യുമ്പം ചിലർ പട്ട ഗ്രാമ്പ് അതൊന്നും നമ്മൾ യൂസ് ചെയ്യാറില്ലല്ലോ. അപ്പം അതിൻ്റെ ഫ്ലേവർ കിട്ടുമോ എന്നുള്ളത് ഇല്ല, അങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ കുഴപ്പമൊന്നുമില്ല, നന്നായിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ ഇവിടെ മല്ലി, ഇത് വറുത്ത മല്ലിയാണ്. ഇത് ഞാൻ എന്തിനാണ് എടുക്കുന്നതെന്ന് വെച്ചാൽ, ഇത് നമ്മൾ വെറും വയറ്റിൽ തലേ ദിവസം വെള്ളത്തിലിട്ട് വെച്ചിട്ട് ആ വെള്ളം വെറും വയറ്റിൽ കുടിക്കുകയാണെങ്കിൽ നമുക്ക് വയറിലെ ഫാറ്റൊക്കെ നന്നായിട്ട് പോകും കേട്ടോ. അപ്പം അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഡെയിലി ഒന്നും കുടിക്കാൻ പ്രത്യേകിച്ച് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. അപ്പോൾ പറ്റുവാണെങ്കിൽ നിങ്ങൾ ഡെയിലി ഒന്ന് കുടിച്ച് നോക്കട്ടെ. അതുപോലെ തന്നെ ഗ്യാസിൻ്റെത് അസിഡിറ്റി പ്രശ്നങ്ങളൊക്കെ നല്ല രീതിയിൽ കുറയും. അപ്പോൾ പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് ഇതുപോലെ കുരുമുളക് പൊടിക്കാതെയുള്ള കുരുമുളകും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ചിക്കൻ ചില്ലി അങ്ങനത്തെ ഐറ്റംസൊക്കെ ഉണ്ടാക്കുമ്പം, അതുപോലെ തന്നെ ഞാൻ ചിക്കൻ കറി ഉണ്ടാക്കണ ടൈമിൽ നമ്മൾ കടുകൊക്കെ പൊട്ടിക്കൂലേ, അതുപോലെയൊക്കെ നമ്മൾ കുരുമുളക് പൊട്ടിക്കാറുണ്ട് കേട്ടോ എണ്ണയിലിട്ടിട്ട്. അപ്പോൾ പിന്നെ ഇതൊക്കെ ഞാൻ ചെയ്തിട്ടുള്ളത് എൻ്റെ വീട്ടിൽ നിന്നാണ്. മല്ലിയും കാര്യങ്ങളും അതൊക്കെ അത് കണ്ടില്ലേ, അതൊക്കെ ചെയ്തത് എൻ്റെ വീട്ടിൽ നിന്നാണ്. അത് ഉമ്മയും കൂടെ ഹെൽപ്പാക്കിയിട്ട് ഉമ്മ തന്നെയാണ് കംപ്ലീറ്റ് ചെയ്തിട്ടോ. അപ്പോൾ അങ്ങനെ അവിടുത്തെ വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് പോന്നിട്ട്, ഇത് ഹസ്ബൻഡിൻ്റെ വീടാണ്. അപ്പോൾ ഈ ഒരു വീട്ടിലാണ് എൻ്റെ ഈ കാലിഗ്രാഫി ഐറ്റംസ് കാര്യങ്ങളൊക്കെ ഉള്ളത്. അപ്പോൾ അതൊക്കെ ഞാൻ പാക്ക് ചെയ്യാണ്. അപ്പോൾ പാക്ക് ചെയ്യുന്ന സമയത്ത് ഞാൻ ഓരോന്ന് തരം തിരിച്ചിട്ടാണ് കേട്ടോ പാക്ക് ചെയ്യണത്. അപ്പോൾ കുറേ ഐറ്റംസ് ഉണ്ട്. ഈ ഐറ്റംസ് ഒന്നും ഒരിക്കലും ഞാൻ എല്ലാം കൂടെ ഒരുമിച്ച് വാങ്ങിക്കുന്നത് അങ്ങനെയല്ല. ഞാൻ എൻ്റെ സ്റ്റുഡൻസിനടുത്ത് എപ്പോഴും പറയുന്ന കാര്യമാണ്, നമ്മൾ ഇങ്ങനെയുള്ള മെറ്റീരിയൽസ് വാങ്ങിക്കുമ്പോൾ അത് നമുക്ക് ഒരു പ്രാവശ്യത്തേക്കൊന്നും എന്തായിട്ട് നല്ല യൂസ് ആക്കാനുണ്ടാവും. ഒരുപാട് നാളത്തേക്ക് നമുക്ക് പല ഐറ്റംസും യൂസ് ചെയ്യാം. അപ്പോൾ ഇപ്പോൾ എൻ്റെ കയ്യിലുള്ള ആ ഒരു ലെറ്റേഴ്സില്ലേ, അതൊക്കെ നമുക്ക് ഒരിക്കലും ഡാമേജ് വരാത്തൊരൈറ്റം. അത് വുഡാണ്, ഒരിക്കലും ഡാമേജ് വരില്ല. അപ്പോൾ അതൊക്കെ നല്ല രീതിയിൽ നമ്മൾ സൂക്ഷിച്ച് വെക്കുകയാണെങ്കിൽ ഒരിക്കലും അങ്ങനെ മഷി വീഴുന്ന അങ്ങനത്തെ ഐറ്റംസ് ഒന്നുമല്ലല്ലോ, എത്ര കൊല്ലങ്ങളോളം വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ അങ്ങനെയുള്ള ഐറ്റംസൊക്കെ നല്ല രീതിയിൽ കെയർ ചെയ്ത് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് നാൾ ഇത് എത്തുന്നതാണ്. ഓക്കെ, ഇവിടെ ഞാൻ കുറച്ച് മെറ്റീരിയൽസൊക്കെ എല്ലാതും നല്ല രീതിയിൽ പെറുക്കി വെക്കണുണ്ട്. ആ ഒരു ബോക്സാണ് ഞാൻ യൂസ് ആക്കണത്. ആ ഒരു ബോക്സിൽ എല്ലാ ഐറ്റംസും വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ കാലിഗ്രാഫി കോഴ്സ് ഇപ്പോഴും നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കാലിഗ്രാഫി കോഴ്സിനെ കുറിച്ച് കൂടുതൽ അറിയാൻ ആഗ്രഹമുള്ളവർ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം കേട്ടോ. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രീ ക്ലാസ്സിൻ്റെ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അത് ഞാൻ കുറച്ചൊരു ഗ്യാപ്പ് എടുത്താണ് കേട്ടോ, അതൊക്കെ ഞാൻ ചെയ്യുന്നതാണ്. പിന്നെ ഞാൻ വാങ്ങിയിട്ടുള്ളതാണ് ഇത് തുറമാങ്ങ കേട്ടോ ഇതിന് പറയാം. ഇതിൽ മാങ്ങ ഉണക്കിയിട്ട് എന്നുള്ളൊരു, അതായത് നമ്മൾ അച്ചാറൊക്കെ യൂസ് ചെയ്യണ പോലത്തെ ഒരു സംഭവമാണ് കേട്ടോ. അത് നിങ്ങളുടെ നാട്ടിൽ എന്താതിനും പറയാമെന്ന് പറയണേ. അപ്പോൾ അതിൻ്റെ ഇടയിൽ എനിക്കൊരു കാലിഗ്രാഫി കൂടെ ചെയ്യാനുണ്ടായിരുന്നു, ഒരാൾക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അതൊക്കെ ചെയ്തു. പിന്നെ ഞങ്ങൾ 20-ാം തീയതിയാണ് കേട്ടോ ഈ യാത്ര. ബഹ്റൈനിലേക്ക് വന്നത് 20-ാം തീയതിയാണ്. അപ്പം അന്ന് ഞങ്ങൾ ഉമ്മ ഉപ്പൊക്കെ വന്നിരുന്നു എയർപോർട്ടിലേക്ക് യാത്രയാക്കാൻ വേണ്ടിയിട്ട്. അവർ യാത്രയൊക്കെ പറഞ്ഞു. ഞങ്ങൾ വിമാനത്തിലേക്ക് പോവുകയാണ് കേട്ടോ. അപ്പം ഞങ്ങൾ വന്നിട്ടുള്ളത് അൽ സലാമ എയർവേസിലാണ്. കുഴപ്പമൊന്നുമില്ല, നല്ലതുണ്ടായിരുന്നു. പക്ഷേങ്കിൽ ഒന്നും വെള്ളം ഫുഡ് അതൊന്നും ഉണ്ടായിരുന്നില്ല. വെള്ളം നമ്മൾ ബോട്ടിൽ വെള്ളം അതൊന്ന് ക്യാഷ് കൊടുത്ത് വാങ്ങിച്ചിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ പിന്നെ ആയിഷ കുറച്ച് ഐറ്റംസൊക്കെ വാങ്ങി നമ്മൾ പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏത് ക്യാഷ് കിട്ടോ അവരെടുക്കും, ഇന്ത്യൻ ഏത് കറൻസി എടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു നൂഡിൽസാണ് വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ നൂഡിൽസും പിന്നെ ഇതൊക്കെയാണ് നൂഡിൽസും. പിന്നെ ഷവർമ്മ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഒരു കപ്പ് നൂഡിൽസ് ഉണ്ട്, അതെനിക്ക് പൊതുവേ എനിക്ക് വളരെ ഇഷ്ടം കുറവാണ്. അതിങ്ങനെ കുക്കാവുന്നൊന്നും ഉണ്ടായിരുന്നില്ല. അത് ഞാനിങ്ങനെ കാണിച്ചു കൊടുക്കുകയാണ് കേട്ടോ എന്താ സംഭവം എന്നുള്ളത്. പിന്നെ ഞങ്ങൾ കുറച്ച് കഴിഞ്ഞ് ബോറടിച്ചപ്പം ലുഡോ ഒക്കെ കളിച്ചു കേട്ടോ. അപ്പോൾ രാത്രി ആ ഒരു ടൈം ആയതുകൊണ്ട് തന്നെ ലൈറ്റൊക്കെ ഫുൾ ഓഫ് ചെയ്ത് അങ്ങനെ എല്ലാവരും നല്ല ഉറക്കിലായിരുന്നു.
പക്ഷെ ഞങ്ങൾക്ക് ഉറക്കം വരുന്നുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ഞങ്ങൾ ഒമാൻ ടച്ച് ആയിരുന്നു കേട്ടോ, ഫ്ലൈറ്റ് ഒമാൻ ടച്ച് ആയിരുന്നു. അപ്പോൾ ഇത് ഒമാനിൽ ഇറങ്ങിയതാണ്. അപ്പോൾ അവിടുന്ന് ഒരുപാട് നടക്കാനുണ്ടായിരുന്നു, എയർപോർട്ടിൽ ഒരുപാട് നടക്കാനുണ്ടായിരുന്നു നമ്മുടെ ആരോ ഗേറ്റ് എത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ കുറച്ച് വീഡിയോസൊക്കെ എടുത്തു, ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ അവിടുന്ന്. അവിടെ അത്യാവശ്യം നല്ല കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു ഒമാൻ എയർപോർട്ട്. അപ്പോൾ ഞങ്ങൾ അവിടുന്ന് നമ്മുടെ ഗേറ്റ് തപ്പി കുറേ നടന്നു. പിന്നെ അതെല്ലാം മനസ്സിലായതിന് ശേഷം വീണ്ടും നടന്നു. 2-2.5 മണിക്കൂർ ഒമാനിൽ ഇരിക്കാനുണ്ടായിരുന്നു കേട്ടോ. അൽഹംദുലില്ലാ പിന്നെ ഞങ്ങൾ ബഹ്റൈനിലെത്തി. പിന്നെയുള്ള വിശേഷങ്ങളൊക്കെ കാണിക്കാം കേട്ടോ ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.